കുളക്കടവിലൂടെ ഓടുന്ന നായിക. ഓക്കെ, വെരി ഗുഡ്. നായികയുടെ പുറകെ നായികയിട്ട് ഓടിക്കുന്ന ആന. വെരി ഗുഡ്. കുളത്തിലേക്ക് കാറിക്കൊണ്ട് ചാടുന്ന നായിക, പുറകെ കാറിക്കൊണ്ട് ചാടുന്ന ആന. കാറിക്കൊണ്ട് ചാടുന്ന ആന, ഇതൊക്കെ ആര് എഴുതിയ സ്ക്രിപ്റ്റാണ്? അസിസ്റ്റന്റ്, സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ്. ഇവിടെ ഇത് ആരോട് ചവർ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്? സാറ് തന്നെ എഴുതിയ സ്ക്രിപ്റ്റാണിത്. ഞാൻ തന്നെയായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ? വെരി ഗുഡ്, കൊള്ളാം, നന്നായിരിക്കും. നാട്ടിൽ കാര്യം ചെയ്യും, പോയിട്ട് കുളത്തിലേക്ക് കാറിക്കൊണ്ട് ചാടാൻ പറ്റിയ ആനയെ റെഡിയാക്കും. ഒരു 3 ആനയെ ഡൂപ്പാക്കി വെച്ചേക്കണം കേട്ടോ. പ്രൊഡ്യൂസറെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം, കുഴപ്പമില്ല. ആരാ? ഓ, മേക്കപ്പ്. ഓക്കെ, നായകൻ വന്നോ? പിന്നെ എപ്പോഴാ വന്നു? നായിക വന്നിട്ടുണ്ടോ? നമ്മളൊരു 3 സഹനടിമാരെ അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടോ? ഇന്നലെ വന്നിരിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല സാർ, ആരെയാ ഞാൻ ആദ്യം മേക്കപ്പ് ചെയ്യേണ്ടത്? ആദ്യം എന്നെ മേക്കപ്പ് ചെയ്തു. സാറിന് കണ്ണടയ്ക്ക് തരും. ഇവിടെ എന്നെ മേക്കപ്പ് ചെയ്തിട്ട് അവരെ ചെയ്താൽ മതി. ഞാൻ ഈ പ്രാവശ്യമല്ലോ പോസ്റ്റിനകത്ത് ഇങ്ങനെ നിൽക്കുന്നൊരു പടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നന്നായിരിക്കുമല്ലോ. ലിപ്സ്റ്റിക്കിങ് തരും. നോക്കട്ടെ. നായിക വന്നിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സാർ എന്ത് കാണിക്കണേ? എനിക്ക് ഗ്ലാമർ കിട്ടിയിട്ട് മതി. അവളുമാർക്ക് ലിപ്സ്റ്റിക് അവിടെയല്ലേ ഇടേണ്ടത്? പിന്നെ അവിടെ എന്തെങ്കിലും സഹനടിമാരെ വന്നിട്ടുണ്ടല്ലോ. എപ്പോഴും വന്നാ പറഞ്ഞു. ഇവിടെ കുറച്ച് ചോപ്പിക്കട്ടെ. ഓക്കെ, ഇതാ കൊണ്ടുപോകും കേട്ടോ. ഇല്ല. ഇവിടെ ഇത് വേണ്ട, ഇത് കൊണ്ടുപോകും. നായികയെ പറഞ്ഞു വിടും കേട്ടോ. മേക്കപ്പ് ചെയ്തിട്ട് ഇവിടെ ഉള്ളൂ. ഞാൻ പേടിച്ച് പോകുന്നിട്ട് താഴെ വീഴും. സാറിനെ അന്വേഷിച്ച് വീട്ടിൽ പോയി. അന്നേരം ഒരു വിവരം അറിഞ്ഞത്. സാർ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം. സാറിന്റെ ഈ സംവിധാനത്തിന്റെ ഒക്കെ ആള് ഞാനാണ് സാർ. ഈ അഭിനയത്തിന്റെ ഒക്കെ ആള്. അഭിനയത്തിന്റെ ഒക്കെ ആള് ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. ആര് പറഞ്ഞു? എന്റെ അമ്മ പറഞ്ഞു, പെങ്ങള് പറഞ്ഞു, അമ്മാവൻ പറഞ്ഞു. സാർ ഞാൻ നല്ല ഉഗ്രനായിട്ട് അഭിനയിക്കും സാർ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിനടുത്തൊരു കല്യാണം. എന്റെ സാറെ കല്യാണത്തിൽ തന്നെ ഞാനൊരു അഭിനയം അഭിനയിച്ചു. എന്നെ അഭിനയായിരുന്നു അറിയാമോ? പിന്നെ എന്റെ അമ്മാവനൊക്കെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഭയങ്കര അഭിനയാന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ അച്ഛൻ പറഞ്ഞു, നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. എല്ലാരും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പിന്നെ കലാപീഠല്ലേ സാറേ, ഇച്ചിരി ശത്രുക്കളൊക്കെ കാണുമല്ലോ, പാരയുള്ളവരുണ്ടല്ലോ. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു, അച്ഛൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. എന്റെ കോടാനൊക്കെ എടുത്തിട്ട് പുറകെ ഓടിക്കുകയായിരുന്നു. വളരെ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ്. അപ്പൊ താനിപ്പോ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താണ്? സാറിന് പേരുണ്ടാകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചീത്തപ്പേരാണോ? നല്ല ഒന്നാം തരം പേര്. സാർ, ഇപ്പൊ എല്ലാവരും പുതുമുഖങ്ങളെ നായകന്മാരാക്കി പടം പിടിക്കുകയാണല്ലോ. അങ്ങനെ പുതുമുഖങ്ങളെ നായകന്മാരാക്കി പടം പിടിക്കുമ്പോൾ ആ പടം വിജയിക്കുമ്പോൾ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഡയറക്ടർക്കാണല്ലോ. പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ തന്നെ പറയാം, സായി കുമാറിന്റെ നായകനാക്കി സിദ്ദിഖ് ലാൽ പടം പിടിച്ചു. ഫുൾ ക്രെഡിറ്റ് സിദ്ദിഖ് ലാലിനായിരുന്നല്ലോ. ജയസൂര്യ നായകനാക്കി വിനയം പടം പിടിച്ചു. മോഹൻലാലിന്റെ നായകനാക്കി ഫാസിൽ പടം പിടിച്ചു. പേരെടുത്തല്ലോ. ആ ഫാസിൽ എന്നെ മകനെ നായകനാക്കി പടം പിടിച്ചു. ഫാസിൽ കുത്തുവാള എടുത്തു. അതൊക്കെ അങ്ങനെ ഇടയ്ക്ക് സംഭവിക്കുന്നതാണ്. പക്ഷെ സാർ എന്നെ നായകനാക്കി പടം പിടിക്കുകയാണെങ്കിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആകും. അതിന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനാണ്. ഫുൾ ക്രെഡിറ്റ് വേണോ? വേണ്ട. എനിക്കിപ്പോ തൽക്കാലം ആ ക്രെഡിറ്റ് വേണം. ഞാൻ പോയി മേക്കപ്പ് ഇടണ്ടേ? മേക്കപ്പ് ഇടാൻ പറ്റേ? ഇവിടെ എന്റെ ഈ പടത്തിൽ തനിക്ക് പറ്റിയ വേഷങ്ങളൊന്നും ഇല്ല. ആകെപ്പാടെ ഒരു നായകന്റെ വേഷം മാത്രമേ ഉള്ളൂ. മതി സാർ. ജീവിക്കാൻ വേണ്ടി ഏത് വൃത്തികെട്ട വേഷം കെട്ടാനും ഞാൻ തയ്യാറാണ്. എനിക്ക് നായകൻ. തനിക്ക് സിനിമയായിട്ട് വല്ല ബന്ധമുണ്ടോ? ബന്ധമുണ്ടോന്ന്? ഞാനും മമ്മൂട്ടി ജമ്പിലാണ് ജനിച്ചത്. അവിടെ ആശുപത്രിയും കട്ടിലൊന്നും ഇല്ലായിരുന്നു. എന്റെ സാറേ, അതല്ലെന്ന്. വൈക്കം ചെമ്പെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനും മമ്മൂട്ടിയും ജനിച്ചത്. അതല്ല ഞാൻ ചോദിച്ചത്, തനിക്ക് അഭിനയിച്ച് വല്ല പരിചയം ഉണ്ടോന്ന്? എന്റെ പൊന്ന് സാറേ, ജീവിതം തന്നെ ഒരു അഭിനയമല്ലേ? ഇവിടെ ജീവിതത്തിലെ കാര്യമൊന്നുമല്ല, അഭിനയത്തിലെ കാര്യമല്ലേ ചോദിച്ചത്. താൻ സിനിമയിലോ സീരിയലോ അല്ല അഭിനയിച്ച് പരിചയം ഉണ്ടോന്ന്? ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മതി, അത് ധാരാളമാണ്. ഏത് തരം നാടകത്തിലാണ് അഭിനയിച്ചിട്ടുള്ളത്? അങ്ങനെ എനിക്ക് പ്രത്യേകതയൊന്നുമില്ല. ഏത് വൃത്തികെട്ട നാടകം കിട്ടിയാലും ഞാൻ. അതല്ല, താൻ ചരിത്ര നാടകങ്ങളിലും അഭിനയിച്ചു? ചരിത്ര നാടകത്തിൽ എങ്ങനെ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അഭിനയിച്ചു കഴിയുമ്പോൾ ആ നാടകം ഒരു ചരിത്രമായി മാറും. അങ്ങനെയാണല്ലേ? അതെ, തനിക്ക് നാടക അഭിനയത്തിൽ നിന്നും തനിക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു? നമുക്ക് സ്ക്രിപ്റ്റ് ചേർക്കാൻ മറക്കാൻ പറ്റാത്ത സംഭവം ഞാൻ ഓർക്കാൻ ശ്രമിക്കാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. 1987 ആ വർഷത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയത് എനിക്കല്ല, അനിക്കോ കായംകുളം അനിക്ക്. ഭയങ്കര നടനല്ലേ, മുഖത്ത് വരുന്നതൊക്കെ കാണാൻ എന്നൊക്കെയാണ് ഭയങ്കര സംഭവങ്ങളാണ്. എന്റെ സാറേ, ആ വർഷം തന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നു. ഈ 1987 ഞാനും കോയംകുളം അനിയൊക്കെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ സാറെ തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ നാടകം 7 മണിക്ക് ടിക്കറ്റ് പ്രോഗ്രാം. മെയിൻ നടൻ നായകൻ ഈ അനി വന്നില്ല. ഞാനന്ന് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് സൈഡിൽ നിൽക്കുന്ന ഒരു സംഭവം. നമ്മളെ ആർക്കും അങ്ങനെ വിശ്വാസം ഇല്ലല്ലോ. ഞങ്ങളെ ഭയങ്കര കൂച്ച, നാടകം പറഞ്ഞ് ഭയങ്കര കൂച്ച. പ്രൊഡ്യൂസറൊക്കെ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് 10 മിനിറ്റ് കൊണ്ട് താൻ നായകനായിട്ട് കട്ടപ്പൊക്കി നാടകം തുടങ്ങിയോ? കട്ടം പൊക്കിയെന്നല്ലെന്ന്, ഈ സാധനങ്ങളെല്ലാം വാരി വരച്ച് ഞാൻ വണ്ടിക്കകത്ത് 100 അച്ഛ വീടില്ല കൊല്ലത്ത് എന്നിട്ടാ വണ്ടി നിർത്തുന്നത്. നമ്മൾ അഭിനയിച്ചാൽ ശരിയാകുമോ സാറേ? ഇവിടെ സാധാരണ ഈ നാടകക്കാർ പറയുന്നത് എനിക്ക് അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെയല്ലേ പറയാറ്. പിന്നെ താനെന്തിനാ മരിക്കാൻ വേണ്ടി സിനിമയിലോട്ട് പോകുന്നത്? എന്റെ സാറേ, എനിക്ക് അങ്ങനെ ജാടയൊന്നുമില്ല. എനിക്ക് ആരെയും കൈകൊണ്ട് മരിച്ചാൽ മതി. പിന്നെ എന്റെ പൊന്ന് സാറേ, എന്റെ എല്ലാ നാടകത്തിലും സ്പോട്ട് വെച്ച് തന്നെ എനിക്ക് ഇടി കിട്ടിയിട്ടുണ്ട്. സാറിന് ഒരുപാട് ശത്രുക്കളുണ്ട്. പിന്നെ ഒരുപാട് ശത്രുക്കളുണ്ട്.
അവിടെ നാടകമായതുകൊണ്ട് സ്പോട്ട് വെച്ചാൽ ഇടി കിട്ടും. ചെയ്യുന്ന പിടിച്ചിറക്കാൻ പറ്റും. പിടിച്ചിറക്കാൻ സാധിക്കും. പക്ഷെ സിനിമ അതല്ലല്ലോ. ഏതൊക്കെയല്ലേ സ്ക്രീനിന് പുറത്തിറക്കി ഇടിക്കാൻ പോകുന്നില്ലല്ലോ. അതൊക്കെയല്ലേ എന്റെ ഏകദേശം ധൈര്യം എന്ന് പറഞ്ഞ അതാണല്ലോ. പിന്നെ നമ്മൾ പുറത്തിറങ്ങാൻ സൂക്ഷിച്ചാ പോരെ. അപ്പൊ തനിക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കല്യാണം കിട്ടിയിട്ടുണ്ടോ? എന്റെ എല്ലാ കഥാപാത്രത്തിനും എനിക്ക് ഏറ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു നല്ലൊരു വേഷത്തിന് ഇന്നവരെ ഏറ് കിട്ടിയിട്ടുണ്ട്. അതേത് വേഷം? അത് മദ്യപാനിയുടെ മദ്യപാന റോള് മിക്കവരും അഭിനയിക്കുന്നത് വളരെ നന്നായിട്ട് തന്നെ അടിച്ച് കലക്കിയിട്ടല്ല. ഈ മദ്യപാനിയുടെ റോൾ ഇങ്ങനെ ആടി ആടി അഭിനയിക്കുമ്പോൾ ഓഡിയൻസിന് എറിയാൻ ബാലൻസ് കിട്ടത്തില്ല. മിക്കപ്പോഴും അവർ എറിയും. ഇപ്പുറത്തിരിക്കുന്ന ലൈറ്റ് ഓപ്പറേറ്ററെ കണ്ണിട്ടൊക്കെയാ കൊള്ളുന്നത്. അപ്പൊ സാറേ റോള് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഒരു 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്ന ഒരു യുവാവിന്റെ ഒരു സീൻ എടുക്കാൻ തനിക്ക് പറ്റുമോ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്ത് എനിക്ക് വല്ലതും പറ്റുമോ? എന്റെ സാറേ നമുക്ക് ഈ സീൻ സ്ലോ മോഷൻ ആക്കാമല്ലോ. സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് വയ്യ പറന്നിങ്ങനെ താൻ വിചാരിക്കുന്ന ഒരു ആപ്പൂപ്പ കളിയൊന്നും അല്ല അഭിനയം എന്ന് പറഞ്ഞാല് എനിക്കറിയാം. ഞാൻ വിചാരിക്കുന്ന ഒരു ആപ്പൂപ്പ സംഭവം ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഞാൻ പോയി മേക്കപ്പെടാൻ പറഞ്ഞേ. ഞാൻ സന്ദർഭം പറഞ്ഞുകൊണ്ട് മതി. ഒരു കാര്യം ചെയ്യും, ഞാൻ തനിക്ക് സിനിമയ്ക്ക് പറ്റിയ ഒരു സിറ്റുവേഷൻ എന്താ അഡ്വാൻസ് അല്ല, ഒരു സന്ദർഭം ഞാൻ പറഞ്ഞു തരാം. താനത് അഭിനയിച്ച് കാണിച്ചിട്ട് തന്റെ ഒരു അഡ്വാൻസും അതന്നെ ആ സാധനം കണ്ടിട്ട് വേണം തന്നെ ഇതിനകത്ത് നായകനാക്കണോ വേണ്ടോ എന്ന് എനിക്ക് തീരുമാനിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിനകത്ത് സന്ദർഭം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് മുങ്ങിച്ചാകാൻ പോകുന്ന ഒരു സുന്ദരനായ ഒരു യുവാവാണ്. സുന്ദരനായ എന്നുള്ള ഞാൻ സ്ക്രിപ്റ്റ് വെട്ടിക്കോളാം താനായതുകൊണ്ട്. അപ്പൊ താൻ മുങ്ങിച്ചാകുന്നു. അപ്പോൾ മുങ്ങുന്നു പോകുന്നു, ശ്വാസം മുങ്ങുന്നു. അപ്പൊ അവിടെ കിടന്നു അമ്മയെ രക്ഷിക്കണേ അമ്മയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നു. അമ്മയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നു. അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് തുറന്നിട്ട് എന്താ പറയുക? ഡയറക്ടർമാർ സാധനം പറയല്ലോ ആക്ഷൻ പറയും. ഇതെന്ത് വിളിച്ചു പറയുന്നത്? അമ്മയെ രക്ഷിക്കണമെന്ന് വെള്ളത്തിന്റെ അടിയിൽ കിടന്ന് പറഞ്ഞ എങ്ങനെയല്ലേ കേൾക്കുള്ളൂ. ഞാൻ വേറെ കാര്യം പറയട്ടെ. തന്നെ ഡയലോഗ് പോർഷൻ ഓക്കെയാണ്, പക്ഷെ തന്നെ മുഖത്ത് ഒരു സാധനം ഉണ്ടല്ലോ, മുഖത്ത് വരാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് വന്നിട്ടില്ല. ശ്വാസം മുട്ടുന്നൊരു സംഭവം കാണിച്ച മുഖത്ത് ശ്വാസം മുട്ടുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മുഖത്ത്. അവിടെ സാധാരണ നമ്മൾ കൊങ്ങായിക്കൊക്കെ കുത്തി പിടിക്കുമ്പോ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ശ്വാസം കിട്ടാതെ ഇങ്ങനെ പിടിക്കുമ്പോ ഒരു സാധനം. ഇതെന്ത്? ഇതൊക്കെ ഡെയിലി ആൾക്കാർ പിടിക്കുന്നല്ലോ, ഒന്നും തോന്നുന്നില്ല. അതല്ല, നമ്മുടെ കൊങ്ങയെ കുത്തി പിടിക്കുമ്പോ ഒരു നമ്മുടെ ഒരു അതുണ്ടല്ലോ പ്രശ്നം, അത് ആ ഒരു സാധനം നമ്മുടെ മുഖത്ത് വരണം. കഴുത്തിൽ കുത്തി പിടിച്ച് ഞാൻ കാണിച്ചു, കുത്തിപ്പിടിച്ചു ധൈര്യമായിട്ട് കുത്തിപ്പിടിച്ചു. ഇവിടെ ഞാൻ ഡയറക്ഷനിൽ മാത്രമല്ല, ഞാൻ അഭിനയിക്കാൻ ഞാൻ ഉണ്ടല്ലോ അക്കാഡമി സ്റ്റുഡന്റ്. വേറെ കുത്തിപ്പിടിച്ച് ഞാൻ കാണിച്ചു തരാം. എന്നെ അഭിനയ സാറെ കലക്കി തകർത്ത് കളഞ്ഞു സാറ്. സാറ് ഡയറക്ടറെക്കാരും ചേരുന്ന അഭിനയ സാറ് കലക്കി സാറേ. സാറാണ് നടൻ. സാറ് ചത്തോ? ഈശ്വര, മലയാള സിനിമ രക്ഷപ്പെട്ടു. എന്റെ പടച്ചോനെ, അത് മറ്റേ ഗൾഫിൽ പോയ പത്രോസല്ലേ, പുള്ളുപൊടി കാരണം ഇനി മിക്കപ്പുറത്തുണ്ടല്ലോ ഞാൻ പോണേ. പത്രോസ് ഗൾഫിൽ പോയിട്ട് 10 വർഷം കഴിഞ്ഞ് വന്ന പത്രോസ് എന്തു പറയാനാ, സുഖമായിട്ട് പോകുന്നു. നീ ഇപ്പൊ ഇവിടെ തന്നെ തെറ്റിത്തിരിഞ്ഞൊക്കെ നടക്കുന്ന പരിപാടി തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചൊറിച്ചില് കാരണം ഡ്രൈവിംഗ് പഠിച്ചല്ലേ, ഒരു രക്ഷയില്ല. കണ്ടോ, സ്വർണത്തിനോട് എനിക്ക് പണ്ട് താല്പര്യമില്ല, നിനക്കറിയാലോ. 15 പവനാ, 15 പവൻ. താല്പര്യമില്ല, പിന്നെ ഞാൻ വെറുതെ ഗൾഫിലൊക്കെ അങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെയൊക്കെ നിങ്ങളെയൊക്കെ സമ്മതിക്കണ്ടോ? എന്തൊരു ചൂടാ ഇവിടെ. ഗൾഫിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ ചൂടത്ത് പുറത്തിറങ്ങി അപ്പ പിടിക്കും. പോലീസുകാരൊന്നും അല്ല, നമ്മുടെ കാലിലെ ടാറ്. എടാ വെയില് തുരുക്കി കിടക്കയില്ല ടാറ്, അത് അപ്പ കാലേ കയറി പിടിക്കും. ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് പറയാൻ. ഇപ്പൊ ഞാനൊരു ഗൾഫുകാരനായോണ്ട് പറയുന്നല്ല, അവരെ പോവല്ലേ. ഇത് സ്വർണ്ണത്തിനൊക്കെ ഇവിടെ വില കുറവാണല്ലോ, അവിടെ ഭയങ്കര വിലയാണ് സ്വർണ്ണത്തിന്. ആണല്ലേ? അവിടെ ദറംസ് അല്ലേ ഞങ്ങള്. മനസ്സിലായില്ല? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അറബിയൊക്കെ ഞാൻ പഠിച്ചു. അതെ എടാ, നമ്മുടെ ആ ബിൽഡിംഗില്ലേ, ഇതെന്നാ നമ്മളെ കഴിഞ്ഞ ദിവസം മറ്റേ ചാക്കോച്ചന്റെ തോന്നുന്നു 3 നില ബിൽഡിങ്. അറിയത് ആരെങ്കിലും ആട്ടെ, അതൊക്കെ പോട്ടെ. അതിവിടെ പണിയാൻ എത്ര നാളെടുത്തു? പറ.
12 ഒരു കൊല്ലം കൊല്ലം എന്തൊരു കഷ്ടമാണെന്ന് അറബി പറഞ്ഞാണ് ഞാൻ. ഞങ്ങളൊക്കെ ഗൾഫിലാണെങ്കിൽ ഉണ്ടല്ലോ 6 മാസം കൊണ്ട് ഈ കെട്ടിടം അതുപോലെ അവിടെ പണി തോന്നുന്നു. അറിയാം നിനക്കത്? ഇതൊക്കെ വലിയ സംഭവങ്ങളല്ലേ. എടാ ഈ ഗൾഫ് എന്ന് പറയുന്നത് തന്നെ ലോകത്തിന്റെ വേറെ തലക്കിലല്ല. അവിടെ എല്ലാം തലതിരിച്ചാണ് അവിടെ. പിന്നെ തലതിരിച്ച അവിടെ ജനങ്ങളെ മനുഷ്യരൊക്കെ തല കുത്തിയാണോ? അങ്ങനൊന്നും സംസാരിക്കരുത്. ജനങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും അറബിയൊക്കെ എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നത് എങ്ങനെയാണ്? ഇടത്തുനിന്ന് വലത്തോട്ടല്ല എഴുതുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ അങ്ങനെയല്ല. വലത്തിന്ന് ഇടത്തോട്ട് എഴുതുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇടത്തുനിന്ന് വലത്തോട്ട്. അവിടെ ഇതൊക്കെയാണ്. കൊണ്ടുപോകാം. നീ ഇവിടെ സിഗരറ്റ് വലിക്കാറുണ്ടല്ലോ. ഇവിടെ എങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്? ഫിൽറ്ററിങ്ങനെ വായി വെച്ചിട്ട് അവിടെ എങ്ങനല്ല. സുഖമത്ത അവിടെ എങ്ങനെയല്ലാന്ന് മനസ്സിലായി. അവിടെ എങ്ങനെയാണെന്നറിയോ? ഫ്രണ്ട് ബസ് എടുത്ത് വായിക്കാത്തൊരു വെച്ചാൽ വലിക്കുന്നു. അവിടെ അപ്പൊ കത്തിക്കുന്ന ആദ്യം അവിടെ കത്തിക്കും. കത്തിയതിന് ശേഷം വായിക്കാത്തൊരു വെച്ച് അവിടെ അങ്ങനെ വലിക്കും. സത്യം വാവുള്ളുന്ന സംഭവം ഒന്നും അല്ല ഇവിടെ. അവിടെ എങ്ങനെയാകാലോ? മുറുക്കാൻ കിടപ്പുണ്ട്. തുപ്പിക്കള. പിന്നെ ഇവിടെ മലയാള സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ സിനിമയിലൊക്കെ ഇന്റർവെൽ എന്ന് പറഞ്ഞ എപ്പോഴാണ്? സിനിമ തുടങ്ങി കുറച്ച് കണ്ട് ഇഷ്ടപ്പെട്ടു ഇടയ്ക്ക് ഇന്റർവ്യൂ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അവിടെ അങ്ങനല്ല. അവിടെ ആദ്യം തന്നെ ഒരു ഇന്റർവെൽ അങ്ങോട്ട് കൊടുക്കുകയാണ്. അവിടെ ആവശ്യത്തിന് രാവിലെ മുതൽ ഇന്റർവെൽ വൈകുന്നേരം കൊടുക്കും. അത് കഴിഞ്ഞ് ജനങ്ങൾ പിന്നെ ഇടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഇന്റർവെല്ലാണ്. ഞാൻ പോണേ. ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ മറ്റേ മമ്മൂട്ടി മോഹൻലാൽ അഭിനയം ഉണ്ടല്ലോ. അതൊന്നും അല്ല അഭിനയം. ഗൾഫിലെ അറബി പെണ്ണുങ്ങളുടെ അഭിനയം. അതാണ് അഭിനയം എന്ന് പറഞ്ഞാല്. അവരെ കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ നമ്മൾ പാടില്ല. മനസ്സിലല്ലേ? കംപ്ലീറ്റ് പാടില്ല. അതാണ് മനസ്സിലല്ലേ? അവരെന്ന് പറഞ്ഞാൽ ഭാവാവിനെയല്ല കംപ്ലീറ്റ്. എന്തൊരു ഭാവാവിനെയാ. പക്ഷെ കാണാൻ പറ്റില്ല. അപ്പൊ കാണാൻ പറ്റില്ല. കാര്യം പർദ്ദയ്ക്കുള്ളിൽ കിടന്നല്ലേ ഭാവാവിനെയും കാണിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് പർദ്ദ ഇങ്ങനെ കിടന്ന് അടിക്കും. പർദ്ദ ഇങ്ങനെ ഇതുവഴിയൊക്കെ ഇങ്ങനെ കിടന്ന് അടിക്കുമ്പോൾ ഓർത്തോണം അകത്ത് അസല് ഭാവാവിനെ നടക്കുക എന്നുള്ള കാര്യം ഓർത്തോണം. അവരെ കുറിച്ച് പറയണേ. ഭയങ്കര വലിയ നടികളില്ലേ? പറഞ്ഞേ അതിനർത്ഥം ഇപ്പൊ പറഞ്ഞ് പുറത്ത് പറഞ്ഞു. അത് വേറെ അർത്ഥം അവിടെ. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിന്നെ ഉദാഹരണത്തിന് ആ ബിൽഡിംഗ് ഉണ്ടല്ലോ. ആ ബിൽഡിംഗ് പണി എത്ര നാളെടുക്കും? അതല്ല ഇവിടെ ഈ ബിൽഡിംഗ് പണി 7 മാസം. 2 മാസം ഗൾഫിലാണെങ്കിൽ ഒരൊറ്റ മാസം മതി. അവിടെ എല്ലാം പകുതി സമയം പോരെ എന്റെ പൊന്നും ബഷീറെ. നമ്മുടെ ഈ നാട്ടില് ഒരു പെൺകുട്ടി പ്രസവിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? എത്ര മാസം എടുക്കും? പ്രസവിക്കാൻ എത്ര സമയം എടുക്കും? പ്രസംഗിക്കാനല്ല, പ്രസവിക്കാൻ എത്ര സമയം എടുക്കും? 10 മാസം പ്രസവിക്കും. പക്ഷെ ഗൾഫിൽ അത്രല്ല. 5 മാസം മതി. വെറും 5 മാസം മാത്രം മതി അവിടെ ഗൾഫിൽ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ. പിന്നെ നമ്മുടെ അപ്പുറത്തെ ആ ജോസഫ് ഏട്ടന്റെ മോള് സൂസി ഇല്ലേ? സൂസി ഗൾഫിൽ നേഴ്സല്ലേ? പിന്നെ കല്യാണം കഴിഞ്ഞ് 5-ാം മാസം അവള് പ്രസവിച്ചു. നല്ല അറബി പോലെ തക്കളും ഉണ്ടെന്ന് നല്ല അറബി സംസാരിക്കുന്നു. പിന്നെ മെഡിക്കൽ പങ്കല്ലേ. കട്ടില് കുമാച്ചാച്ച. അവിടെ അറബി പറയുന്നത് കുമാച്ചാത്ത. കുമ്മച്ചാത്തല്ല കുമാച്ചാത്ത. അവിടെ ഉണ്ടല്ലോ വെട്ടെന്ന് പറയും. ഈ വെട്ടിനകത്ത് ഇവിടെ 4 കാലാണ്. അവിടെ എത്ര? അവിടെ 4 കാല്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും 4 കാലം അവിടെയും 4 കാലം. എടാ എത്ര കട്ടിലാന്ന് വെച്ചാ അവിടെ 2 കട്ടിലിനാണ് 4 കാല്. ഒരു കട്ടിലിന് 2 കാലൊക്കെ ധാരാളമാണ് അവിടെ. അത് പോണോ നിനക്ക് എത്ര കാലുണ്ട്? ഒരു കാലം പോക്കിയ വില കുഴപ്പമുണ്ടോ? മറ്റേ കാലത്ത് പോക്കിയ ഇതാണ് പ്രശ്നം. അവിടെ ഒന്നും പ്രശ്നമല്ല. അത് അറബി പഠിച്ചായിരുന്നെ കുറച്ച് പിന്നല്ലാതെ കംപ്ലീറ്റ് അറബി. വേറെ കാര്യം മറ്റേ ഈ മറ്റേ ഗൾഫിൽ വലിയൊരു സംഭവം ഉണ്ട്. മറ്റേ എന്ത് ഈ മറ്റേ ഇതില്ലേ? ഏത് സംശയങ്ങൾ ചോദിച്ചോളൂ. എന്ത് സംശയങ്ങൾ ചോദിച്ചോളൂ. കട്ടൊക്കെ വിട്ടു. കട്ട വിട്ടോ? എന്തത്? കട്ട കൈ വെട്ടു. മോഷണം കെട്ടുന്നതിന് കൈ വെട്ടുമോ? വെറുതെ പറയുന്നതല്ലേ ഇതൊക്കെ. വെറുതെ അറിയില്ലാത്തവർ പരത്തുന്ന കാര്യങ്ങളല്ലേ. പിന്നെ
ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ നീ ഇവിടെയാണല്ലോ കട്ട കൈവിട്ടെന്ന് പറയാ പത്രത്തിൽ വായിച്ചല്ലേ. ഇതൊക്കെ വെറുതെ ഓരോരുത്തർ നുണ പറയുന്നല്ലേ. എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച മോഷണക്കുറ്റത്തിന് പിടിച്ചു. അവന്റെ കയ്യിലൊന്ന് തൊടാൻ പോലും പറ്റിയില്ല പോലീസുകാർ. അതിന് മുമ്പ് ഒരു മോഷണക്കുറ്റത്തിന് പിടിച്ചിട്ട് അവന്റെ കൈയും കാലും എല്ലാം വെട്ടിക്കളഞ്ഞാൽ ഏത് കയ്യിൽ തൊടാൻ? അല്ല, കൈ വെട്ടി കളഞ്ഞു അറബിയിൽ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കാം. നീ ഇത്ര പെട്ടെന്ന് 6 മാസമല്ലേ പോട്ടെ? ഈ 6 മാസമായിട്ട് നിനക്ക് വരാനായിട്ട് എന്നോടാ സൗകര്യം? എന്നെ പെട്ടെന്ന് പോരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗർ കംപ്ലൈന്റ്. ആ അത് ഭയങ്കര കംപ്ലൈന്റ്. എന്റെ പാപ്പാക്കും ഉമ്മാക്കും എന്റെ പിള്ളേർക്കും അല്ല മറ്റേ അസുഖമല്ല, മറ്റേ ഷുഗർ ഇല്ല. നമ്മുടെ അറബിയുടെ ഗോഡൌണിൽ 2 ചാക്ക് ഷുഗർ പഞ്ചസാര അടിച്ചു മാറ്റി ഞാൻ വിറ്റത് ഭയങ്കര കംപ്ലൈന്റ് ആയി. നമ്മുടെ കംപ്ലൈന്റ് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൾഫ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പിന്നെ നമ്മുടെ ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, പുതിയ ബിൽഡിംഗ്, ഇപ്പൊ നല്ല പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ബിൽഡിംഗ് പണിയാൻ നമ്മുടെ ഇവിടെ ഒരു എത്ര സമയം എടുക്കും? അത് പണിയാൻ സമയം എത്ര എടുത്തു? അത് പണിയാൻ സമയം എത്ര എടുത്തെന്ന് അറിയോ? നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിച്ചു നിന്നില്ലേ? ഈ സംസാരിച്ച് നിന്ന് നേരം കൊണ്ട് അറക്കല്ല് കൂട്ടാ ബിൽഡിംഗ് അത്രയും പണിന്ന് വെച്ചാ